എൻ്റെ ആളി ഒഴുക്ക് കേട്ടാ. ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകും കേസ്. എൻ്റെ ആളി ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആഴം കൂടും. അതാണ് എനിക്കൊരു ടെൻഷൻ. നോക്കിയെന്നെ ഈ വീട്ടിൽ നിന്നൊക്കെ പുറത്തോട്ട് ഒഴുകി വരുന്നുണ്ട് കേട്ടോ, നല്ലപോലെ വെള്ളമൊക്കെ. ഇല്ല കൈസ്, അതാണ് നമ്മുടെ സത്യൻ്റെ വീട് കേട്ടാ. അവിടെ ഇനി വലിയൊരു ഒഴുക്കുണ്ടേ, അതെങ്ങനെ നീന്തി കിടക്കുമെന്ന് നോക്കട്ടെ. നീ ആ ഗേറ്റ് പിടിച്ച് നടന്നോ, ഇല്ലെങ്കിൽ പോകത്തില്ല. കൈസ് ഒരു തേളിരിക്കുന്നുണ്ടാ. നമ്മൾ ഇന്നൊരു റെസ്ക്യൂ മിഷൻ നടത്താൻ പോകണം. വേറെ ഒന്നുമില്ല, നമ്മുടെ സ്വത്തിൻ്റെ വീടാണെങ്കിൽ കോട്ടയത്താണ്. അവിടെ ആണെങ്കിൽ വെള്ളമൊക്കെ നല്ലപോലെ പൊങ്ങിയാണ്. എന്നിട്ട് വീടിൻ്റെ അകത്തോട്ടൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. സോ ഐ എം ഗോണ ഗെറ്റ് മൈ ഗേൾ. അതിപ്പോൾ വെള്ളപ്പൊക്കമല്ല എന്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വത്തിനെ പോയി നേരെ വിളിച്ചുകൊണ്ട് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാൻ പോകും. ഞാനെന്തായാലും ഗൈസ് AC റോഡ് ചങ്ങനാശ്ശേരി വഴിയാണ് കോട്ടയത്തോട്ട് പോകുന്നത്. ഗൈസ് ഇപ്പോൾ പോകുന്നത് ചങ്ങനാശ്ശേരി റോഡാണ്. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ AC റോഡ് വഴി പോവാണ്. പക്ഷെ ഇവിടെയൊന്നും രണ്ട് സൈഡിലും വലുതായിട്ടൊന്നും വെള്ളം കയറിയിട്ടില്ല കേട്ടോ. ദേ ഇത് കണ്ട, വലിയ വിഷയം തോന്നുന്നില്ല. ഇവിടെയൊക്കെ റോഡ് മൊത്തം വെള്ളത്തിലാണ് കൈസ്. നമ്മുടെ വണ്ടിയുടെ പകുതി വരെ ഇപ്പൊ വെള്ളമുണ്ട് കേട്ടോ. അവിടുത്തെ വീടുകളൊക്കെ മുങ്ങി കിടക്കുവാണ്. ഇത് പിന്നെ ഇവിടുന്നൊക്കെ വണ്ടി വരുമ്പോ തിരമാലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക കേട്ടോ. റോഡ് മൊത്തം എന്ന് പറഞ്ഞാൽ ബോട്ട് ഓടിക്കുന്ന ഫീലാണ് കൈസ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ചങ്ങനാശ്ശേരി എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒന്നും വലിയ വിഷയമില്ല, ഒരു വെള്ളം പോലും ഇല്ല കേസ് ഇവിടെ ഒന്നും. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മളിപ്പോ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ്. ഇനി അവളുടെ വീട്ടിലോട്ട് 5 കിലോമീറ്റർ കൂടെ ഉള്ളു കേട്ടാ. അങ്ങനെ ഗൈസ് നമ്മുടെ സ്വത്തിന് വീട്ടിലോട്ടുള്ള വഴിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടാ. ഓക്കെ, ഇനി അങ്ങോട്ട് മൊത്തം വെള്ളമാണ്, അതുകൊണ്ട് കാർ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇനി നടന്ന് അങ്ങോട്ട് പോകാൻ പോവാം. ഇവിടെ ആൾക്കാർ ഈ ചെറിയ ചെറിയ വെള്ളം അതുപോലെ ട്യൂബിനകത്തൊക്കെ എയർ ഇറച്ചി അതിൻ്റെ പൊക്കത്ത് സാധനം വെച്ചിട്ട് ഇങ്ങനെ ഉന്തി പോവുക കേട്ടാ. ഇത് നാളെ വരും. ഓ പോളി, വീടിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്നു ഗൈസ്. ഗൈസ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ വീടാണ്. വീട്ടിൽ വെള്ളം കയറിയ ചേട്ടാ? ആണോ, കുഴപ്പമില്ല. എന്താ ബ്രോ പേര്? ടോണിയാ? ഓക്കെ ബ്രോ. എൻ്റെ ഗൈസ് നടന്നേ കാലിന് വേദന എടുക്കുന്നുണ്ട്. കാരണം ഭയങ്കര ഒരു ഫോഴ്സ് വരുന്നില്ല. അതും നമുക്ക് സ്പീഡ് കിടന്നു കഴിഞ്ഞാൽ നമ്മളെ കിതക്കും. ഞാൻ ഇപ്പോഴേ വിയർത്ത്. ആ സൈഡിലൊരു പുഴയുണ്ട് ഗൈസ്, നീനച്ചിലാറ. അത് തന്നെ, അവിടെ നിന്നാണ് ഈ സാധനമൊക്കെ ഒഴുകി വരുന്നത് ഗൈസ്. കണ്ട ഒഴുക്ക് കണ്ട, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകും തോറും ആഴം കൂടി വരുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ എന്താവുമെന്ന്. ദേ ഗൈസ് വീടിൻ്റെയൊക്കെ അകത്തുനിന്ന് ഇങ്ങനെ ഒഴുകി വരുക. എന്നാ കുറേ ഒരു 80% ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നൊന്നും മാറിയിട്ടില്ല. വീടിൻ്റെ അകത്ത് വെള്ളമാണെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ട് ആൾക്കാർ. ഇവിടുന്ന് മൂവ് ആയിട്ടില്ല. പക്ഷെ മൂവ് ആവണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം പെട്ടെന്നായിരിക്കും വെള്ളമൊക്കെ ഇനി കൂടി വരുന്നത്. നമ്മൾ ലാസ്റ്റ് ട്രാപ്പായിപ്പോയി. അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തന്നെ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ വരത്തില്ല, ഒരു വീട്ടിൽ നിന്ന് വിളിച്ച പോലും വരത്തില്ല. എന്നാലും നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ട്രാപ്ഡായിപ്പോവും. ഇലക്ട്രിസിറ്റി എന്നുള്ള സാധനമില്ല. കുറച്ച് കഴിയുമ്പോൾ ഫോണിൽ വിളിക്കാൻ പറ്റത്തില്ല. മൊത്തത്തിൽ നമ്മൾ ട്രാപ്ഡായിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എല്ലാവരും സേഫായിട്ടിരിക്കും. അടുത്തുള്ള ക്യാമ്പ്സിലോ അല്ലെങ്കിൽ വല്ല റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ അങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ മാറി തൽക്കാലത്തേക്ക്, കുറച്ച് ദിവസത്തേക്ക്. കുറേ ആൾക്കാരൊക്കെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ, ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് വലിയ ബോട്ടിലൊക്കെ. ഇതേ ഗൈസ് അതിൻ്റെ അവിടെ കണ്ട, അതൊരു ആറാണ്. ആ ആറ്റിലെ വെള്ളമാണ് മൊത്തം ഇങ്ങോട്ട് വന്ന് ഒഴുകി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കേട്ടോ. ഇതേ ഗൈസ് അതാണ് ആറ്. ഓക്കെ, ഇതേ ഇവിടുന്ന് ഒഴുകി പോകണുണ്ടോ വെള്ളം. ആ ഒഴുകി പോകണം അങ്ങോട്ടാണ് ഗൈസ് നമുക്ക് പോകാനുള്ളത്. അവിടെയാണ് നമ്മുടെ സ്വത്തിൻ്റെ വീട്. അയ്യോ നല്ല ഒഴുക്കുണ്ട് കേട്ടാ, നല്ല ഒഴുക്കുണ്ട്. എന്നെ ഉന്തിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. കണ്ട എന്നോട് പറഞ്ഞു ഈ സൈഡ് ചേർന്ന് അധികം നടക്കല്ലോ, അങ്ങോട്ട് പോകുമ്പോൾ എന്തോ അവിടെ ആഴം ഉണ്ടെന്നൊക്കെ പറയുന്നു ഗൈസ്. എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. എന്തായാലും നല്ല ഒഴുക്കുണ്ട് കേട്ടാ. നേരത്തെ ഞാൻ പതിയല്ലേ നടക്കണം, ഇപ്പം എന്നെ ഇങ്ങനെ കൊണ്ടുപോവുക ഈ ഒഴുക്ക്. വീണ്ടും ആഴം കൂടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. സീൻ ദേ ഈ വീടൊക്കെ നോക്കിയേ, മുങ്ങിപ്പോയി ഗൈസ്. ദേ ആ വീടിൻ്റെ മതിൽ നോക്കിയേ, മതിലിൻ്റെ എന്തോരം വെള്ളം ഉണ്ടെന്ന്. ഓ ദേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുഴ ഒഴുകി വരുന്നു. വാവ്, ആഴം കൂടി കേട്ടോ, നല്ലപോലെ ശരിക്കും ആഴം കൂടി. ഇപ്പം നല്ലപോലെ കൂടി കേട്ടോ ഗൈസ്.
ആ ആഴമുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. മുങ്ങി പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓ ഇവിടെ വന്നപ്പോഴേ ഒഴുക്കും കൂടി കേട്ടോ, നമ്മളങ്ങ് കൊണ്ടുപോകുന്നു ഗൈസ്. ഓ ദേ ഈ വീട്ടിലോട്ടൊക്കെ ഒഴുകി പുഴ അങ്ങ് ഒഴുകി കയറും കേട്ടോ. സീൻ. ഈ വീട്ടിൽ നിന്നൊക്കെ പുറത്തോട്ട് ഒഴുകി വരുന്നുണ്ട് കേട്ടോ നല്ലപോലെ വെള്ളമൊക്കെ. ഇപ്പോഴാണ് ഒരു വള്ളം ഉണ്ടായിരുന്നത്. പക്ഷേ വള്ളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തുഴഞ്ഞ് അല്ലെങ്കിൽ നീന്തി അങ്ങ് പോകുമായിരുന്നു കേട്ടാ. അല്ലെങ്കിൽ ഒരു ചെമ്പ എന്തെങ്കിലും ഒരു പാത്രമാ എന്തെങ്കിലും കരുവമ്പത് സാധനം കിട്ടിയിരുന്നെങ്കിൽ അതേ കയറി ഇരുന്നാൽ മതിയായിരുന്നു. നമ്മളങ്ങ് കൊണ്ടുപോകും ഗൈസ്. അതേപോലത്തെ ഒഴുക്കാട്ടാ ശരിക്കും. സീരിയസ്ലി ഞാൻ പറയാം, നല്ല ഒഴുക്ക്. ഇപ്പോൾ ഒഴുക്ക് കൂടി എന്നെ പീടി കൊണ്ടുപോകുന്നു. സീൻ ഗൈസ്. ഇതുവരെ വന്നതിൽ ഏറ്റവും ആഴം കൂടിയ സ്ഥലമാണ് കേട്ടോ. എൻ്റെ അരക്ക് മുകളിലോട്ട് വരെ. ഇപ്പം ഞാൻ മൊത്തത്തിൽ മിക്കവാറും മുങ്ങിപ്പോകുമെന്ന് തോന്നുന്നു. മിക്കവാറും നീന്തേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നീന്താനൊക്കെ എനിക്കറിയാം. പിന്നെ അവരുമായിട്ട് ഞാൻ അവിടുന്ന് എങ്ങനെ തിരിച്ചു വരുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ അവിടെ എത്തുമെന്ന് എനിക്കിപ്പോൾ ഡൗട്ടുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ ആളെ ഒഴുക്ക് കേട്ടാ. ഇവിടുന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം കേസ്. ഓ അവിടെ ഇനി വലിയൊരു ഒഴുക്കുണ്ടേ, അതെങ്ങനെ നീന്തി കിടക്കുമെന്ന് നോക്കട്ടെ. സീൻ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ആഴമുള്ള സ്ഥലം കേട്ടോ. ഇവിടെ ഇത്തിരി ഒഴുക്കുണ്ട്. ഇതൊന്ന് തരണം ചെയ്യണം പിടിച്ച്. ഭാഗ്യം ഗൈസ്. നമ്മൾ വിചാരിക്കണമല്ലോ ഏട്ടാ, നമ്മൾ അടിയൊടുക്കുണ്ടതല്ല. ഇത് നോക്കിയ ഗൈസ്, മൊത്തം വെള്ളം. ഇപ്പം പിന്നെ വെള്ളത്തിൽ ഇങ്ങനെ ചാടി കളിക്കാം കേട്ടോ. നമുക്ക് നേരത്തെ ഇത്തിരി പാടായിരുന്നു, പക്ഷെ ഇപ്പം ഇങ്ങനെ ചാടി ചാടി പോവാം. കണ്ട എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട. ഓ എൻ്റെ ആളി ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആഴം കൂടും. അതാണ് എനിക്കൊരു ടെൻഷൻ. നോക്കിയെന്നെ കേസ്. ഒരു തേളിരിക്കുന്നുണ്ടാ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു തേളിന് ഇത്ര ക്ലോസ് ചെയ്യുക. അത് ചെറിയ തേളൊന്നുമില്ല, വലിയ തേള്. ഈ വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ തേള്, പാമ്പ്, പഴുതാര എല്ലാ സാധനവും നേരെ നമ്മുടെ വീട്ടിലോട്ടൊക്കെ കയറി വരും കേട്ടോ. ഹായ് ഗൈസ്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇവിടുത്തെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ അയ്യോ ഗൈസ്, ഇതേ സ്വത്തിൻ്റെ വീടെത്തി. അവിടെയാണ് സ്വത്തിൻ്റെ വീട്. പട്ടി വരക്കുന്നുണ്ട്. ഓക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്തിരി ആഴം കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഞാൻ ഉദ്ദേശിച്ചില്ല. ഞാനോർത്ത് എൻ്റെ ഇത്രയും വെള്ളം വരുമായിരിക്കും. മിക്കവാറും വരും. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ വരും. ഇന്നലെ ഇത്ര ഇല്ലെന്ന് അവൾ പറയാനായിട്ടായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ തന്നെ ഇത്രയായി. ഈ പോക്ക് പോകണമെങ്കിൽ നല്ലപോലെ പോകും. അതുകൊണ്ട് പറയുകയാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന് മാറി. നിങ്ങൾ അവളവിടെ നോക്കി ചിരിക്കുന്നു മമ്മിയൊക്കെ. എവിടുന്ന് എത്ര ആൾക്കാർ ഇവിടുന്ന് മാറി ക്യാമ്പ്സിലോട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ടൊക്കെ പോകണം. അതെനിക്ക് പറയാമല്ലോ കേട്ടോ. സ്വത്തിൻ്റെ വീടാണ് കേട്ടോ. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു സ്വത്ത്. അങ്ങനെ സുഹൃത്തുക്കളെ, ഫൈനലി നമ്മൾ സ്വത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇല്ല കൈസ്, അതാണ് നമ്മുടെ സ്വത്തിൻ്റെ വീട് കേട്ടോ. അങ്ങനെ എനിക്ക് വേണ്ട ഒരു 1/2-3 മണിക്കൂർ ഞാൻ ഇവിടെ കുഴിയുണ്ട് കേട്ടോ. നടന്നെന്ന് തോന്നുന്നു. എന്നിട്ട് ഫൈനലി നമ്മളിവിടെ എത്തി കേട്ടോ. ഇവരുടെ വീട്ടിലെ പട്ടികളെ എല്ലാം എടുത്ത് പൊക്കത്ത് വെച്ചിരിക്കുക കേട്ടോ. എൻ്റെ മോൾ എടി മീനെല്ലാം കിട്ടിയ മീനെല്ലാം കിട്ടിയ. ഞാനൊരു തേളിനൊക്കെ ഉണ്ട് കേട്ടോ വരുന്ന വഴി. ഓ ഗൈസ് സീൻ. ഓ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തി. അമ്മ ഇവിടെ നമുക്ക് രക്ഷപ്പെട്ട് പോവാം. മിക്കവാറും ഇങ്ങനെ പോവാണെങ്കിൽ ഇതൊക്കെ മുങ്ങിപ്പോകും കേട്ടോ വീടൊക്കെ ഇന്ന് രാത്രി.
അയ്യോ സ്കൂട്ടിയൊക്കെ എപ്പോ എടുത്ത് നോക്കി വെച്ച് അകത്തൊക്കെ കയറിയാണല്ലോ. ഓ സീൻ. അയ്യോ ഇത് നോക്കി. ആ മൊത്തത്തിൽ അനങ്ങിയ അതെന്തോ കീറിയതാ. സീൻ ഗൈസ് ഇവിടെ ഹാളാണ് കേട്ടോ, മൊത്തത്തിൽ പോയിതേ. അതേപോലെ തന്നെ കിച്ചണിൽ വെള്ളം കയറി. ഓ സീൻ. ദേ ഗൈസ് സ്വത്തിന്റെ ഒക്കെ റൂമാ. ഓ മാൻ സീൻ. എടി അതെന്തോ ഗൈസ് ഒരു അരണ പോലെ സാധനം. അത് വലിയ അരണ. ഗൈസ് റെസ്ക്യൂ മിഷൻ വന്നിട്ട് സ്വത്ത് ക്രീമും സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. ഗൈസ് അങ്ങനെ ഇവിടുന്ന് നമ്മള് റെസ്ക്യൂ ചെയ്യേണ്ട പോവാണ് സ്വത്തിനെ. പക്ഷെ നമ്മുടെ മമ്മി ആണെങ്കിൽ വരുന്നില്ല കേട്ടാ. മമ്മി ഇപ്പോഴും സമയമുണ്ട്, വാ. മമ്മി പറഞ്ഞില്ല ഇവളുമായിട്ട് നിങ്ങൾ പൊക്കോ, ഞങ്ങള് കുറച്ച് കഴിയുമ്പോ ഇവരുടെ റിലേറ്റീവിന്റെ വീടുണ്ട് അടുത്ത്, അങ്ങോട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പൊക്കോണം കുറച്ച് കഴിയുമ്പോ. സെറ്റല്ലേ? അഥവാ എന്തായാലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയണം, അല്ലെങ്കിൽ ഇത് ഇപ്പോഴും പറയാം. വാ മമ്മി, ചുമ്മാ ഇവിടെ നിന്ന് റിസ്ക് എടുക്കണ്ട. ഇവരുടെ ഡാഡി കൂളാണെങ്കിൽ പുറത്ത് പോയിരിക്കണം, അപ്പൊ പുള്ളിക്കാരനൊക്കെ വരണം. അപ്പൊ ഞാൻ എന്തായാലും നമ്മളെ സ്വത്തിനെ കൊണ്ട് പോവാണ്. മമ്മി ഇപ്പോഴും സമയമുണ്ട്, വായോ. എല്ലായിടത്തും ബാഗിനകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സ്വത്ത് എല്ലാം സെറ്റല്ലേ? അപ്പൊ നമ്മള് പുഴയിലോട്ട് ഇറങ്ങുമല്ലേ, അണ്ടർ വാട്ടർ ജേർണിയും. അപ്പൊ ഓക്കെ മമ്മി, സേഫ് ആയിട്ടിരിക്കും. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറിക്കണം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചേക്കണം. ഓക്കെ, ഇപ്പോഴും ചാൻസ് ഉണ്ട്, വാ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീണ്ടും വെള്ളത്തിലോട്ട് ഇറങ്ങുവാണേ. തണുക്കുന്ന ഞാനവിടെ ഒഴുകി അവിടുന്ന് വന്നത് അപ്പോഴാണ്. മമ്മി പോയിട്ട് വരാ, എന്താ ഉണ്ടെങ്കിലും വിളിച്ചേക്കണം. ഓക്കെ, ലക്കി ലക്കി ഇല്ലില്ല, ചാടി ചാട് നീ. ഇല്ല, കെട്ടിയിട്ടിരിക്കുക. നിനക്ക് കൈ കഴക്കാൻ എന്നോട് പറഞ്ഞാ ഞാൻ പിടിക്കാം. ഓക്കെ. ഓ തണുക്കുന്നില്ലേ? ആ പതിയോ ഇവിടുന്നേ നിന്റെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറയാം 1 മണിക്കൂർ എത്തും. ഞാൻ തന്നെ അത്യാവശ്യം സ്പീഡ് നടന്നിട്ട് 3/4 മണിക്കൂർ പറ്റാൻ കണ്ടെടുത്ത്. അങ്ങനെ ഗൈസ് ടാസ്ക് ഏരി വന്നിരിക്കുവാണ്. ഇനിയാണ് സീൻ. മോളെ അങ്ങോട്ട് ഭയങ്കര ഒഴുക്കാണ് കേട്ടോ, നമ്മൾ ആ സൈഡിലോട്ട് അടിച്ചോണ്ട് പോകും. അപ്പൊ നീ ശ്രദ്ധിച്ചു കിടന്നു. ആ അതാ ഏരിയ കണ്ട ഗൈസ്, അത് ഇത്തിരി വൃത്തിയായിട്ട ഏരിയ. നമ്മളാ കൊലച്ച് കളയും. ഞാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് സന്തോഷിക്കാലോടാ. ഓർഡർ ചെയ്യും. സ്വത്രയാണോ വെള്ളപ്പൊക്കല്ലേ എന്ത് വന്നാലും സ്വത്തിന് വേണ്ടി ഞാൻ ഓടി വരും. അതൊക്കെ അങ്ങനെ നനയും. ഞാൻ പിന്നെ ഇത്ര നേരം നനയാണ്ടാണല്ലോ വന്നത്. പിന്നെ ഓർഡർ ചെയ്യും. എന്റെ ബാഗ് നനയില്ലേ കേട്ടോ? ഇല്ല, നടക്കണം. സ്വത്തിപ്പം മുങ്ങി പോകും ഗൈസ്, നോക്കിക്കോ. ആ ഇതിപ്പോ ഞാൻ പൊങ്ങി നിന്നിട്ടാ. ആഹാ ഇപ്പൊ മുങ്ങി പോകും നീ. ലാപ്ടോപ്പ് മേടിക്കണത് കയ്യില്. അയ്യോ എന്റെ ബാഗ് നനഞ്ഞോ? ഇല്ല ബാഗില്ല, എന്റെ വള്ളിയാ, പേടിക്കണ്ട. അയ്യോ എനിക്ക്. ഓ ഗൈസ് ദേ മറ്റേ സോണെത്തി. ഇവിടെ ഭയങ്കര ഫ്ലോ ആയിട്ടാ. എന്താ മുങ്ങി? ഇല്ല അറിഞ്ഞിട്ടില്ലടി. എടി ഇല്ലടി, അത് താഴത്തെ വള്ളിയാ നനഞ്ഞത്. ആ ഞാൻ പൊക്കി പിടിച്ചോണ്ട്. ആ ഡോണ്ട് വറി. എന്റെ ബാഗിൽ നനഞ്ഞാൽ എന്തെങ്കിലും പറ്റുന്ന സാധനം ഉണ്ടോ? ഇല്ലല്ലോ. ആ ഇതാ പറഞ്ഞു. അങ്ങോട്ട് കിടക്ക്, അങ്ങോട്ടാടാ, അങ്ങോട്ട് കിടന്നോ, ഞാൻ പിടിച്ചോണ്ട്. ഗൈസ് സീൻ കേട്ടാ. ഇവിടെ നേരത്തെ ഞാൻ വന്നില്ല, അതിനേക്കാളും വെള്ളം കൂടിയെന്ന് തോന്നുന്നു ഇപ്പൊ. ഓ ആ മനസ്സിലായി മനസ്സിലായി. വാ പിന്നെ ഇവിടെ എല്ലാം കാണാൻ പറ്റുമല്ലോ, കുഴി കാണാന്നൊക്കെ. ആ മനസ്സിലായി. നീ ആ ഗേറ്റ് പിടിച്ച് നടന്നോ, ഇല്ലെങ്കിൽ പോകത്തില്ല. ആ ഓ ടാസ്ക്കാണ് ഗൈസ്.
കൊറേ ബാഗും ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ സീനാ. ഇതിനാടി കുറച്ച് വല്ലതും എടുത്തോണ്ട് വന്നോന്ന് പറയണം. സർട്ടിഫിക്കറ്റാ. ഇപ്പൊ ഏകദേശം ഒരു ചെറിയ സേഫ് സോണിൽ എത്തിയിട്ടുണ്ട്. കാരണം അവിടെ ഭയങ്കര മുങ്ങി കിടക്കുമായിരുന്നു. ഇനി അങ്ങോട്ട് വലിയ പാടില്ല, പക്ഷെ നല്ല ഒഴുക്കായതുണ്ടോ, ഒഴുക്കിനെതിരെ നടക്കൊണ്ട് ഭയങ്കര കാല് വേന എടുക്കുന്നു. പിന്നെ എടി ഈ വീടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറത്തില്ലേ നിങ്ങളുടെ, അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ മൊത്തം അത് ഭയങ്കര അഴുക്കാകത്തില്ലേ? ചെറുത് വെള്ളമായിരിക്കും. അത് നമ്മൾ ഈ വെള്ളം ഇറങ്ങത്തില്ല ഇപ്പൊ. അപ്പൊ ഇറങ്ങുന്നതിനൊപ്പം തന്നെ ഇങ്ങനെ അടിച്ചിറക്കണം നമ്മൾ, അല്ലെങ്കിൽ അവിടെയൊക്കെ ചെളിയും പിന്നെ അതേപോലെ ഈ ജീവികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിയും. ഇവിടെ നല്ല നല്ല ഒഴുക്കുണ്ട് കേട്ടാ. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ ജംഗ്ഷനിലോട്ട് പോവാണ്. അവിടെയാണ് ഞാൻ ഇന്നലെ രാത്രി വണ്ടി ഇട്ടത്. അപ്പൊ അവിടെ കയറി നമുക്ക് രക്ഷപ്പെട്ട് ഓടിപ്പോ. അവിടെ എന്റെ വീടിന് ആ ഒരു ഞാൻ പറയല്ലേ കുഴിന്റെ ആ ഒരു സ്ഥലം, അവിടെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടാ. ഞാനൊക്കെ പേടിച്ച്. സഞ്ജയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തൊടലേക്കുള്ളു. ഉരുണ്ടുപോയാലോ, അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാലേ നേരത്തെ ഒരു കുഴി കണ്ടില്ലായിരുന്നു നമ്മൾ വെള്ളത്തിൽ ഇത്രയൊക്കെ മുങ്ങിയത്. ആ ഭാഗം വന്നപ്പോ ഉണ്ടല്ലോ നമുക്ക് കാലൊക്കെ കഴക്കാണ്, ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫ്ലോയും കൂടെ ആയപ്പോ ശരിക്കും പറ്റണില്ല. പക്ഷെ വീഡിയോ ഒക്കെ അത് കണ്ടതൊന്നും തോന്നത്തില്ല. ഇപ്പൊ ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തിട്ട് നീന്തി വന്നേന്നൊന്നും അതിൻ്റെ അത് കണ്ടിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. ഭയങ്കര അടിയൊഴുക്കുണ്ട്, നമുക്കത് മനസ്സിലാകത്തില്ല. ആ വീഡിയോയില് തോന്നുന്നില്ല. പക്ഷെ അവിടെ നിന്നിട്ട് സ്ട്രഗിൾ ചെയ്തപ്പോ ഞാനൊന്ന് പേടിച്ച്. ഞാൻ വരണ്ട്. ഓക്കെ, ഇപ്പൊ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം മുങ്ങിപ്പോകും, ബാഗിൽ ലാപ്ടോപ്പ് എല്ലാം പോകും. അതെ എന്നെ ഉന്തി വിടുന്നത്. ഓക്കെ ആ ഒഴുക്കിന് വയ്ക്കോളെ. ഞാൻ ഒഴുകിയാൽ അവിടെ എത്തുമല്ലോ എന്നുള്ളൊരു മൈൻഡില്ല. അവൻ ഇതൊന്നും ഒരു മൈൻഡേ ഇല്ല. ഏത് സർട്ടിഫിക്കറ്റ് ലാപ്ടോപ്പ് അതൊന്നും ഇല്ല. ഒഴുകി പോയിട്ട് അവിടെ ചേർന്നോളൂ എന്ന്. അപ്പൊ കുഴപ്പമില്ല. ഇനി ഇവിടെ ഇത്തിരി ഉള്ള ഇതുപോലെ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോ ഇത്തിരി കൂടെ ആഴമുണ്ട്. ഇപ്പൊ വന്നത്രൊന്നുമില്ല. അതൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. അതെനിക്ക് പറ്റിയില്ല. അവിടെ അല്ലെങ്കിൽ എനിക്ക് പേടിയുള്ളൊരു സ്ഥലം ആ ഏരിയ ആയിരുന്നു. ആ ഏരിയ ഒന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ സമാധാനമായി. ഈ ആറ്റി ഈ ആറ് കാരണമാണ് ഇവിടെ മൊത്തം വെള്ളമായിരിക്കുന്നത്. കാണിച്ചു തരാം. എന്റെ പൊന്നെ, വെള്ളം കയറിയത് കണ്ട. ഇവിടെ വെള്ളം വന്നതാണ് ഇവരുടെ ഏരിയ മൊത്തം വെള്ളമാക്കിയത് കേട്ടാ. എന്റെ ബ്ലോഗിൽ ഇന്നലെ ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി. ഇതിപ്പോ വീണ്ടും പൊങ്ങിയതാണ്. എന്റെ പൊന്നെ, ഇനി എന്റെ വണ്ടി കിടക്കണത് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോ അവിടെയാണ് വണ്ടി കിടക്കണത്. അങ്ങോട്ടാണ് ഞങ്ങളിപ്പോ പോണത്. പിന്നെ ഇവിടെ ഈ ഭാഗത്തേക്ക് റെസ്ക്യൂ ടീം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമെന്നേ. അതായത് അതെ, ഈ റെസ്ക്യൂ ടീം എനിക്ക് വേണ്ടി, ഓൺലി ഫോർ മീ. വേറെ കൊണ്ടുപോകുന്നുണ്ടോ ആരെങ്കിലും? അപ്പോൾ ഈ ഭാഗത്തോട്ടൊക്കെ നമ്മളെ വിളിച്ചൊക്കെ ചോദിക്കും. അവിടെ ഈ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ വരട്ടെ, നമ്മൾ കൊണ്ടുപോട്ടെ എന്നൊക്കെ വിളിച്ചൊക്കെ ചോദിക്കും. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല ഇതുവരേക്കും. ഇനിയും കയറത്തില്ലെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പക്ഷെ എങ്കിലും ഒരു സേഫ്റ്റി പ്രിക്കോഷന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ഞാൻ ഇവൻ്റെ വീട്ടിൽ കൊണ്ട് വെക്കുന്നു അല്ലേ? അപ്പം ഇനി നേരെ ആലപ്പുഴ ആ ഭാഗത്ത് AC റോഡ് അവിടെയൊക്കെ വെള്ളമുണ്ടോ? AC റോഡിൻ്റെ അവിടെ ഉണ്ട് ഇത്തിരി. അത് ചങ്ങനാശ്ശേരി അടുക്കാറാകുമ്പോ, അല്ലാണ്ട് ഞങ്ങളവിടെ ഒന്നും വിഷയമില്ല. ഇവരൊക്കെ അടിപൊളി. പക്ഷെ ഞങ്ങളുടെ റിവർ ഭയങ്കര സീനാണ്. ആക്ച്വലി നല്ലതാണ് വെള്ളം, പക്ഷെ ഇതുപോലെ വെള്ളം വരണ്ട. ഇത് ഇച്ചിരി സീൻ വെള്ളമാണ്. വീണ്ടും കാലിൻ്റെ മുട്ട് വരെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഫോർകാസ്റ്റിംഗ് പറയുന്നത് 2018 19 വന്നതിനേക്കാളും കൂടുതൽ വരുമെന്നല്ലേ പറയുന്നത്? അതെ അതുകൊണ്ടാണ് എനിക്ക് പേടിയായത്. കാരണം അന്ന് വന്നത് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് ഇത്രയും ലെവലിലുണ്ടായിരുന്നു വെള്ളം. അപ്പം ഞങ്ങൾ ഫുള്ള് മുകളിലായിരുന്നു. പിന്നെ കറണ്ട് ഇല്ല, ഫോണിൽ ചാർജില്ല, ഒന്നുമില്ല. അത് കാരണം റെസ്ക്യൂ ടീം എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. രാത്രിയും രാവിലെയൊക്കെ എപ്പോഴും നമ്മുടെ ആ വീടിൻ്റെ അതിലെ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കൂടുതലാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ ഇത് മാത്രം എടുത്തൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചത്. മേക്കപ്പ് കിറ്റ് ഒന്നുമില്ല. ഞാൻ എൻ്റെ ലാപ്ടോപ്പും
പിന്നെ സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ്സും, പിന്നെ കുറച്ച് മേക്കപ്പ്. ഞാൻ എന്താടാ മേക്കപ്പ് ഇടുന്നത്? ഏതാണ്ട് ഒരു സാധനം ഇല്ലായിരുന്നു, ഇത് നീ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ക്രീം പോലെ. എന്റെ പൊന്നെ, അത് മേക്കപ്പ് ഒന്നും അല്ല, അത് നമ്മുടെ ഇത് നൈറ്റ് ഇത് പാട് ഞാൻ അങ്ങനെ ജസ്റ്റ് പറഞ്ഞതേ. മേക്കപ്പ് ഈ പറയുന്ന ഇവന് ഞാൻ ഇട്ട് കൊടുക്കണതാ, രാത്രി കിടക്കും. അത് ഇപ്പോഴും വല്ലപ്പോഴും, അതിന്റെ എന്നെ മോന്തിരിക്കുന്നു. അത് സ്ഥിരമായിട്ട് ചെയ്യണം. ഹലോ, ഫുഡ് കൊടുക്കാൻ പോവാണോ ബ്രോ? ഫുഡാ? ആഹാ. അങ്ങനെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളിത് കരക്ക് എത്തി കേട്ടാ. ഓ വെള്ളമൊക്കെ കുറഞ്ഞ് രക്ഷപ്പെട്ട്. അതെ, കരയിലെത്തി. വെള്ളത്തിന്റെ വെയിറ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര വെയിറ്റ്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വരാം, വല്ല റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാണെങ്കിൽ ഇനി അവർ കയറ്റത്തില്ല, നനഞ്ഞ് കുതിർന്നിരിക്കുന്നുണ്ട്. നമുക്ക് ഒരു കൂട്ടം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി കേട്ടാ. പേരെന്തുവാ? അങ്ങനെ ഗൈസ്, നമ്മുടെ സ്വത്ത് സേഫ് ആൻഡ് സൗണ്ട് ആയിട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? അയ്യോ, എനിക്ക് അതിലേക്കൂടെ നടന്നപ്പോ കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. എന്ന് വെച്ചാൽ എതിർവശത്തൂടെ നടന്നപ്പോ ഭയങ്കര മുട്ടിന്റെ അങ്ങോട്ടൊക്കെ ഒരു ഭയങ്കര പിടുത്തം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ. പിന്നെ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഞാൻ പറയുന്നത് ഫ്ലഡൊക്കെ ഉള്ള ഏരിയാസിൽ എല്ലാവരും അവിടുന്ന് മാറണം കേട്ടോ, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കണം. പിന്നെ ഇപ്പോഴും പോരാത്ത കുറെ ആൾക്കാരുണ്ട് ഞങ്ങളുടെ സൈഡിൽ. ഈവൻ എൻ്റെ അമ്മ അടക്കം വന്നിട്ടില്ല. അത് വേറൊന്നുമല്ല, ഇപ്പൊ ഇറങ്ങുന്നുണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലയിൽ വെള്ളം ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കയറും കോട്ടയത്ത്, അത് കഴിഞ്ഞ് അങ്ങ് ഇറങ്ങി പൊക്കോളും. അപ്പൊ ആ ഇറക്കത്തിന്റെ ആ സമയത്ത് അമ്മയ്ക്ക് എല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പോയേക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് വെച്ച് ഇനി ഞാൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ വിഷയമാണ് കേട്ടാ, അതൊക്കെ നമ്മൾ ട്രാപ്ഡ് ആയി പോകും. പിന്നെ ഇവരുടെ റിലേറ്റീവിന്റെ, അതായത് മമ്മിയുടെ ആങ്ങളുടെ വീട് അടുത്തുണ്ട്, ചിങ്ങവനത്താണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോകുന്നുള്ള മൈൻഡ് സെറ്റിലാണ് അവിടെ ഇരുന്നത്. ഞാനാണെങ്കിൽ മമ്മീനെ ഇന്നലെ കിടന്ന് വിളിച്ചിട്ട് ആണെങ്കിൽ വരുന്നില്ല സാധനം. പിന്നെ നമ്മള് സ്വത്തിനെ നമ്മൾ നോക്കിയെടുത്തിട്ട് ഇങ്ങോട്ട് വന്നേച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും പക്ഷെ ഇപ്പൊ അവിടെ ഇത്തിരി വെള്ളം കുറവുണ്ട് അല്ലേ? അങ്ങനെയല്ല, രാവിലെ ഇത്തിരി കൂടിയിട്ടുണ്ട്. ഇപ്പൊ വെള്ളം കുറവല്ല. നമ്മുടെ ഞാൻ എന്റെ വ്ലോഗും കൂടെ നിങ്ങൾ കാണണേ. എന്ന് വെച്ചാൽ എന്റെ സ്റ്റെയർ കേസിന്റെ അവിടെ ഇപ്പം 2 സ്റ്റെപ്പും കൂടെ വെള്ളം കേറിയിട്ടുണ്ട്. ഇന്നലെ ഒരു സ്റ്റെപ്പ് വെള്ളമായിരുന്നു. ഇന്നലെ ഒരു സ്റ്റെപ്പ് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 2 സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്. അത് പാലയിന്ന് ഇറങ്ങുമ്പോ ഇവിടെ കയറുവന്നേ, അങ്ങനെയാണ് പൊതുവെ വരാറ്. പക്ഷെ പെട്ടെന്ന് തന്നെ അതും ഇറങ്ങി പോകും. അപ്പൊ എനിക്കൊന്ന് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെയും കൊണ്ട് വെള്ളമൊക്കെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ചു പോകും കോട്ടയത്ത്. ഇപ്പൊ തന്നെ പോണം. ഇപ്പൊ ഞാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് ഇവിടെ വെച്ചത് കൊണ്ട് എനിക്കിനി ഒരു കുഴപ്പമില്ല, ഇനി സേഫ് ആണ്. ബാക്കി എന്തൊക്കെ പോയാലും അതൊന്നും പോകത്തില്ലല്ലോ. അത് തന്നെ നിങ്ങൾക്ക് വല്ല ബോട്ടാ, സ്പീഡ് ബോട്ടാ, അല്ലെങ്കിൽ മറ്റേ ബൈക്ക് ബോസ് ആണല്ലോ വെള്ളത്തിൽ കൂടെ ഓടിക്കുന്ന, അത് വല്ല ആൾക്കാരും വല്ല ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ റെന്റിനാണെങ്കിലും എടുത്തോളാം ആവശ്യം വരുമ്പോ. വള്ളമാണേലും മതി, ഞാൻ എടുത്തോളാം. നിന്റെ വീട്ടിൽ ശരിക്കും ഒരു വള്ളം വാങ്ങി വെക്കണം. ഇത് എനിക്ക് കൊണ്ട് എല്ലാ വർഷം വരും തോന്നുന്നു ഇവരുടെ വീട്ടിൽ. ഞങ്ങളുടെ മിനിച്ചിലാറിന്റെ അടുത്താണല്ലോ ഞങ്ങളുടെ വീട്. അപ്പൊ എന്തായാലും വെള്ളം കേറും. പക്ഷെ അതിനാണ് ഞാൻ വീട് പണി നടത്താൻ ശ്രമിക്കുന്നത്. അത് നടക്കുന്നില്ല സംഭവം മാറ്റേഴ്സ് കൊണ്ട്. അപ്പൊ അടുത്ത വർഷം എങ്കിലും അമ്മ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതിലും ഞാൻ പറയുന്ന അടുത്ത വർഷം വെള്ളത്തിൽ ജീവിക്കത്തില്ലെന്ന് അല്ലേ? അടുത്ത വർഷമെങ്കിലും നമ്മൾ വെള്ളത്തിൽ ജീവിക്കത്തില്ല. നമ്മൾ അതിജീവിച്ച് അതിന് മുന്നേ എങ്കിലും ഞാൻ വീട് പണി കംപ്ലീറ്റ് ആയിട്ട് നടത്തിയിട്ട് ഞാൻ അമ്മനെ പൊന്നുപോലെ നോക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ്, ഈ വീഡിയോ ആണെന്ന് എല്ലാവരും സേഫ് ആൻഡ് സൗണ്ട് ആയിട്ടിരിക്കുക. ഫ്ലഡഡ് ഏരിയാസിൽ നിന്ന് ആൾക്കാരൊക്കെ മാറി വല്ല റെസ്ക്യൂ ക്യാമ്പ്സിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ വീട്ടിലോ എവിടെയെങ്കിലും ഒക്കെ പോയി നിൽക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.